നമ്മളിപ്പോൾ നിൽക്കുന്നത് മട്ടാഞ്ചേരിയിലാണ് കേട്ടോ. മട്ടാഞ്ചേരിയിൽ 200-ലധികം പാവപ്പെട്ട പെൺകുട്ടികൾക്ക് ഭക്ഷണം ഒരുക്കി കൊടുത്ത മഹാത്മാ സ്നേഹ കൂട്ടായ്മയിലെ അംഗങ്ങളാണ് നമ്മളെ കൂടെ ഉള്ളത്. ഇപ്പോൾ ഇവരെല്ലാവരും ഭക്ഷണം ഒരുക്കുന്ന തിരക്കിലാണ്. നമുക്ക് അവരെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാം. എൻ്റെ പേര് ഷമീർ വളവത്ത് എന്നാണ്. ഞാൻ മഹാത്മയുടെ സ്നേഹക്കൂട്ടായ്മയുടെ ചെയർമാനാണ്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നമ്മളുടെ ഇതിൽ കമ്മിറ്റിയിൽ നിന്ന് ഞാനിപ്പം ചെയർമാൻ എന്നൊക്കെ പറഞ്ഞാലും ഇവിടെ എല്ലാവരും ചെയർമാനും സെക്രട്ടറിയും എല്ലാമാണ് കേട്ടോ. അതുപോലെ ഒരു കുടുംബം പോലെയാണ് ഈ പ്രവർത്തകർ നമ്മളിലുള്ളൊരു ബന്ധം. ഇത് തുടങ്ങാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 2002 ഒരു മഹാത്മാ സാംസ്കാരിക വേദി എന്ന് പറഞ്ഞൊരു സംഘടന തുടങ്ങി. നാടിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി നാടിൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കാൻ സമരങ്ങളുമായിട്ടാണ് അത് മുന്നോട്ട് വന്നിരുന്നത്. പിന്നീട് അത് പ്രളയകാലമായപ്പോഴത്തേക്കും പ്രളയത്തിൽപ്പെട്ട ആളുകൾക്ക് സംരക്ഷണം നൽകുവാനും ഒരുപാട് വാളണ്ടിയേഴ്സ് വെള്ളത്തിൽ ഇറങ്ങാൻ കഴിവുള്ള ആളുകളായിട്ട് പോയിട്ട് നമ്മളതിന് സപ്പോർട്ട് ചെയ്ത് 3 ദിവസത്തോളം പെരുമ്പാവൂർ ഭാഗങ്ങളിലായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അവർക്ക് വേണ്ട വസ്ത്രങ്ങളും ഫുഡ് ഉണ്ടാക്കാവുന്ന ഐറ്റംസൊക്കെ നമ്മൾ കൊണ്ടുപോയി കൊടുത്തിരുന്നു. പിന്നെ അങ്ങോട്ട് ചാരിറ്റി ആ സമയത്ത് മുതലും കൂടെ കയറി വന്നു. പിന്നെ നമ്മൾ ലോകം തന്നെ നടുക്കിയ കൊറോണ വന്നപ്പോൾ ഇപ്പം നമ്മൾ ഇരിക്കുന്ന ഈ മണ്ഡപത്തിൻ്റെ അകത്ത് 6 മാസക്കാലം നമ്മൾ ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഉള്ള എല്ലാവർക്കും ഫുഡ് കൊടുക്കുന്ന ഈ നാട്ടിലുള്ളവർക്ക് കംപ്ലീറ്റ് ആൾക്കും ഒരു ദിവസം 5000 പേർക്കാണ് നമ്മൾ ഫുഡ് കൊടുത്തിരുന്നത്. പോരാത്തതിന് നോർമൽ ഫുഡല്ല, നമ്മളിവിടെ നല്ല ഭക്ഷണങ്ങൾ, അതായത് ഹെവി ആയിട്ടുള്ള മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി, ഫിഷ് ബിരിയാണി, ചെമ്മീൻ ചോറ്, ഇറച്ചി ചോറ്, അങ്ങനെ ഒരുപാട് നിരവധി രീതിയിൽ 5000 പേർക്ക് ഒരു ദിവസം വെച്ച് ചെയ്തിരുന്നു. പിന്നെ നമ്മൾ തെരുവോരങ്ങളിൽ ഇരിക്കുന്നവർക്ക് ആ സമയങ്ങളിൽ കുറേ ഫുഡുകൾ കൊടുക്കാറുണ്ടായിരുന്നു. പിന്നെ അവരുടെ അടുത്ത് പോയി നമ്മൾ അവിടെ തട്ട് ദോശ ലൈവ് അടിക്കുകയും പാട്ടുകളൊക്കെ ആയിട്ട് അവരൊപ്പം സല്ലപിക്കുന്ന ഒരു സംഭവങ്ങൾ നമ്മൾ ആലുവയുടെ മാർക്കറ്റിൻ്റെ അടുത്തും അതുപോലെ തന്നെ ഈ എറണാകുളം നോർത്ത് പാലത്തിൻ്റെ താഴത്തുള്ളവർക്കും ഒക്കെ ആയിട്ട് നമ്മൾ കൊടുത്തിരുന്നു. അതിൻ്റെ ഇടയിലാണ് നമുക്ക് ഈ കല്യാണത്തിൻ്റെ ആവശ്യങ്ങൾ കയറി വന്നിരുന്നത്. കൊറോണ ആയിട്ട് എല്ലാവരും ബുദ്ധിമുട്ടിരിക്കുന്ന സമയമായിരുന്നു. ആ സമയങ്ങളിൽ 50 പേര് 100 പേരൊക്കെ ആയിരുന്നു. അങ്ങനെ ഒരേ കല്യാണത്തിന് കൊടുത്ത് പിന്നെ അത് 1200 പിന്നെ ഇങ്ങോട്ട് നീങ്ങി ഇപ്പം നമ്മൾ 201ാമത്തെ കല്യാണമാണ് ഇപ്പം നമ്മളിന്ന് ഈ വേദിയിലിരിക്കണം. നമ്മൾ ഈ കല്യാണം നടത്തുമ്പോഴും ഈ കുടുംബക്കാരെ നമ്മൾ പുറത്ത് പറയാറില്ല. കുടുംബക്കാർ ശരിക്കും നമ്മൾക്ക് പോലും അറിയാൻ പറ്റില്ല. കാരണം നമ്മുടെ ഓഫീസിൽ അവരുടെ 1.5 മാസം മുമ്പ് ഒരു അപേക്ഷ എത്തും. ആ അപേക്ഷ നമ്മൾ പാസ്സാക്കിയിട്ട് നമ്മൾ തലേന്ന് 2 ആൾ പോയിട്ട് അത് അന്വേഷിക്കും. അത് ജനുവിനെയാണോ, കാര്യങ്ങളൊക്കെ പക്കയാണോ, അർഹത ഉള്ളതാണെന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് വേണ്ടി തലേ ദിവസം ഇപ്പോൾ നമ്മൾ കല്യാണത്തിൽ നമ്മൾ ഇവിടെ വന്നിരുന്നുകൊണ്ട് അവർക്ക് വേണ്ടി ഫുഡുകളൊക്കെ നമ്മൾ വാളണ്ടിയേഴ്സ് ഉണ്ടോ ഇവരെല്ലാവരും കൂടെ ഒത്തുകൂടി ഫുഡുകളൊക്കെ തയ്യാറാക്കി സെറ്റ് ചെയ്ത് ദമ്മടിച്ച് വെച്ചിട്ട് നമ്മൾ ഇവിടുന്ന് പോകും. അവർ വരണതിന് മുമ്പ് നമ്മൾ ഇവിടുന്ന് പോകും. അവർ വരുമ്പോൾ സാധാരണ ഒരു കാറ്ററിങ്ങിന് അവർ ഫുഡ് ഏൽപ്പിച്ച പോലെ വന്ന് കയറി നിന്നുകൊണ്ട് അവർക്ക് ഫുഡുകളെല്ലാം വിളമ്പുന്ന രീതി മാത്രമേ അവർക്ക് പറഞ്ഞു. ബാക്കിയെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നു. നമ്മൾ ഒരുപാട് സുമൻസുകൾ നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങൾ ഫണ്ട് വരുന്ന നമ്മൾ ഒരുപാട് സുമൻസുകൾ നമ്മളെ സുഹൃത്ത് വലയാണ്. പുറത്തുനിന്നുള്ള അത്ര ഫണ്ടൊന്നും നമുക്കങ്ങനെ ബൾക്കായിട്ട് മറ്റുള്ളവർ കാണിക്കുന്ന പോലെ വരാറില്ല. പിന്നെ കൂടുതലും നമ്മൾ ചോദിക്കുന്ന ഫണ്ടിനേക്കാൾ കൂടുതൽ അരിയായിട്ടും ഒരു കല്യാണങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അരിയായിട്ടും അതിന് മീറ്റായിട്ടും അതുപോലെ തന്നെ പച്ചക്കറിയായിട്ടും. പിന്നെ ഇതിൽ ജാതിയും ഇതൊന്നുമില്ല. എല്ലാ ആളുകൾക്കും കൊച്ചിയിലാണ് കൂടുതൽ വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ അരൂര്, ചന്ദ്രൂര്, ആലുവ, എടവനക്കാട്, കൊടുങ്ങല്ലൂർ വരെയൊക്കെ നമ്മളിങ്ങനെ പ്രോഗ്രാംസ് ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. നല്ല റിസൾട്ട്. ഇപ്പം നമ്മളുടെ ഇതിൻ്റെ ഒപ്പം തന്നെ കോർഡിനേറ്ററുമായ റഫീഖ് ഉസ്മാൻ സേട്ടുണ്ട്, അസീസ് സാഖ് സേട്ടുണ്ട്. പിന്നെ ഇതെല്ലാം നമ്മളുടെ പ്രധാനികളായ പ്രവർത്തകരാണ്. ഇതൊന്നും പണ്ടാരികളൊന്നുമില്ല. ഇതെല്ലാം ഇതിന് മാത്രമല്ല, നമ്മൾ നാടിന് എന്താ ആവശ്യമുണ്ടെങ്കിലും ഓടി ആ സമയത്ത് എന്ത് വേണമെങ്കിലും ആകുന്ന ഒരു പ്രവർത്തകരാണ് ഇവർ. കാരണം നമ്മളിത് മാത്രമല്ല, ഇപ്പം പ്രളയം എന്ന ഇവിടെ ചെല്ലാനം കണ്ണമാരി ഭാഗത്ത് കടലേറ്റം ഉണ്ടാകുമ്പോൾ അവിടെ ആ പ്രദേശത്ത് നമ്മൾ ഇതുപോലെ പോയിട്ടൊരു കിച്ചൺ തുടങ്ങും. അവിടെ വെള്ളമൊക്കെ ശാന്തമാകുന്നത് വരെ നമ്മൾ അവർക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കി കൊടുക്കും. അത് ഇവിടുത്തെ സബ് കളക്ടർ നമ്മളപ്പം വിളിച്ച് പറയാൻ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ അങ്ങനെ പോയി ചെയ്യാറുണ്ട്. അത് നമ്മൾ നിർദ്ധരായ ഒരുപാട് വീടുകൾക്ക് 2000 താഴെ വരുന്ന മെഡിസിനുകൾ സ്ഥിരമായിട്ട് കൊടുക്കുന്നു. പിന്നെ ഈ വിശിഷ്ട ദിവസങ്ങൾ, പെരുന്നാൾ, ഓണം, വിഷു അങ്ങനെ വരുമ്പോൾ ആ സമയങ്ങളിലൊക്കെ ഫുഡ് കിറ്റുകളാക്കിയിട്ട് വീടുകളിലൊക്കെ അപ്പോൾ നിരവധി കിറ്റുകൾ ഇങ്ങനെ കൊടുക്കണം. അങ്ങനെ നമ്മളെ കൊണ്ട് ആകുന്ന രീതിയിലുള്ള സപ്പോർട്ട്. പക്ഷെ നമുക്കിപ്പം
കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ആവശ്യങ്ങൾ നമ്മളടുത്ത് വരുന്നുണ്ട്. അപ്പം അതിന് ഇനി പുറമേ ഉള്ള ആളുകളുടെ സപ്പോർട്ടും കൂടി നമ്മൾക്ക് കിട്ടിയാൽ നമുക്ക് ഒന്നും കൂടി കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇത് കാണുന്നവരൊക്കെ നമ്മളെ വിളിക്കുക, സംസാരിക്കുകയാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഒന്നും കൂടി കൂടുതൽ ആളുകളിലേക്ക് എത്താൻ പറ്റും. എന്തായാലും പ്രേക്ഷകർ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണമെന്ന് നിങ്ങളോടും കൂടി ഞാൻ പറയുകയാണ്.